ഒരു രണ്ടാം ഭാഗം ഇതിന്റെ എൻഡിങ്ങിന് മൂന്നാം ഭാഗം വരുമെന്ന് നമ്മൾ അതിനുള്ള ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്ന എല്ലാവരും ഇത് കറപ്ഷന് എതിരായിട്ടുള്ള അഴിമതിക്ക് എതിരായിട്ടുള്ള ഒരു പടമാണ്. ഇഷ്ടപ്പെട്ട പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ പോയാലും ഒരു 150 കോടി ക്രോസ് ചെയ്യും. അടിപൊളി പടം, നല്ല അടിപൊളി പടം. കമലഹാസൻ നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റിയോടുകൂടി അതിൽ 90 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പുള്ളിക്ക്. അടിപൊളിയായിരുന്നു പടം. എങ്ങനെ പോയാലും 150 കോടി ക്രോസ് ചെയ്യും. പടം സെക്കൻഡ് എടുക്കാൻ അധികമായിട്ടില്ല. ലോജിക്കില്ല, നല്ല മെസ്സേജ് ഒക്കെയാണ്, പക്ഷെ ലോജിക്കൽ സംഭവം പോയിട്ടില്ല. ആറട്ടെന്ന് പറഞ്ഞ കണ്ടില്ലേ, ലോജിക്കിലാണ് സെക്കൻഡ് സംഭവമില്ല. പടം മെസ്സേജ് ഉറപ്പായിട്ട് കിടക്കും. അത് കാണാം. പെർഫോമൻസ് ഉണ്ടോ? കമലഹാസനെ പെർഫോം ചെയ്യുന്നുണ്ട്. ക്ലാസ് മാസിലാണ്, നല്ല ആക്ഷൻ കോമഡി എല്ലാം പക്ഷെ മൂന്നാമത്തെ കിടക്കും. അത് ஓடவும் முடியாது, ஒளிவும் முடியாது. அந்த ஆட்டம் போய் பாரு, அந்த டாம் அண்ட் ஜெர்ரி ஆட்டம். அந்த உலக நாயகன் ഇനി മൂന്നാമത്തെ പാർട്ട് വരുന്നുണ്ട്. അതാണ് കമലഹാസന്റെ ചെറുപ്പകാലത്ത് സേനാപതി എന്താണെന്ന് പറഞ്ഞത്. അതാണ് ഉലക നായകൻ. പന്നി വെച്ചിരിക്ക് മച്ചാ, പന്നി വെച്ചിരിക്ക്. ചിന്നഞ്ചീര കൂട്ടുകൊള്ളേ പുത്തയരക്കെ அட சின்ன சின்ன அன்புதானே என்றும் நேருக்கு பட்டாம்பூச்சி கூட்டத்துக்கு பட்டாயதுக்கு സൂപ്പർ. 150 കോടി ക്രോസ് ചെയ്യും. മെസ്സേജ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കമലഹാസൻ സേനാപതി 1ലും 2ലൊക്കെ പൊളിച്ചടിക്കുന്നതാണ് പറയാൻ വേണ്ടി. സൂപ്പറായിരുന്നു. വെയിറ്റിംഗ് ഫോർ പാർട്ട് 3 വെയിറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് ആ ഒരു ഫൈറ്റിംഗ് സീനൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫില്. അത് ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും സെക്കൻഡ് ഹാഫ് വെരി എന്താ പറയാ, എന്റെ മോര അടിപൊളിയായിരുന്നു. ശങ്കറിന്റെ ഒരു കിടിലം എന്ന് പറയാൻ പറ്റില്ല, കൊള്ളാം തോന്നി. ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നന്നായിരുന്നു. പക്ഷെ